ഹായ് ഗൈസ്, ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെ ഒരു മാങ്ങാച്ചാർ തയ്യാറാക്കാമെന്ന് നോക്കാം. കഴുകിയെടുത്ത മാങ്ങ അതിനകത്തെ വെള്ളത്തിൻ്റെ മയമെല്ലാം തുടച്ച് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. വെള്ളത്തിൻ്റെ അംശം ഇതിനകത്ത് പാടില്ല. അപ്പം ആ ചെറുതായിട്ട് കട്ട് ചെയ്ത മാങ്ങയിലേക്ക് ഇനി നമുക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണോ ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നീട് ആവശ്യാനുസരണമുള്ള കായപ്പൊടി കൂടി ചേർക്കുന്നു. ഉപ്പും കൂടി എത്രത്തോളം ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഉപ്പും കൂടി നമ്മൾ അതിലേക്ക് ചേർക്കുക. ചേർത്തതിന് ശേഷം ഇതിനെ നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20-25 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതിനെ ഒന്ന് അടച്ച് വെക്കാം. കാരണം ആ മസാലയൊന്ന് അതിലേക്ക് നിറക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കത് വെയിറ്റ് ചെയ്യാം. അപ്പം അതിനുശേഷം നമുക്ക് ഇത് നമ്മൾ ഗ്യാസിലൊന്നും വെച്ച് ചൂടാക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുവിധം മസാലയൊക്കെ പിടിച്ച് നമ്മുടെ മാങ്ങയൊന്നും റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ചൂടാക്കുക. ഇവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും 2-3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇതുകൂടെ ഒന്ന് നല്ല രീതിയിൽ മൂത്തതിന് ശേഷം ഈ ഒരു എണ്ണയുടെ മിക്സ് നമ്മൾ ഈ മാങ്ങ നമ്മൾ മസാല തേച്ച് വെച്ചതിനകത്തേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ എണ്ണ എല്ലാ സൈഡിലും പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിവിടെ ചൂടായിട്ടുള്ള എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ചൂടെണ്ണയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ മാങ്ങ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ നല്ലോണം ഒന്ന് വാടും. ഓക്കെ, കുറച്ച് നല്ല രീതിയിലൊന്നും ആയിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ നല്ല കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാങ്ങ അച്ചാർ. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതും സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണിത്. ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസിയാണ്. അതിൻ്റെ കൂട്ട് തന്നെ വളരെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നതുമില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ കുറഞ്ഞ ടൈമിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കൂ.